ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയൽ കുക്ക് ഫുഡ് ആൻഡ് വ്ളോഗ്സ്. എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സേഫായിട്ടിരിക്കുകയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ബനാന കേക്കാണ് ഉണ്ടാക്കുന്നത്, ചോക്ലേറ്റ് ബനാന കേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം. ഈ ഒരു ബനാന കേക്കിൻ്റെ പ്രത്യേകത, ഇതിന് ഓവണും ബീറ്ററും ഒന്നും ആവശ്യമില്ല. അപ്പം 2 കോഴിമുട്ട നമ്മൾ ഈ ഒരു ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു മീഡിയം മധുരമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഒരു 3 ചെറിയ പഴം ഉണ്ടല്ലോ, അതായത് നേന്ത്രപ്പഴം തന്നെയാണ്, പക്ഷെ അധികം സൈസൊന്നും ഇല്ലാത്ത ചെറിയ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പം ഞാനിതൊന്ന് മിക്സിയിൽ അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കട്ടയൊന്നും ഇല്ലാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇതൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു അരിപ്പയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അരിപ്പയിലേക്ക് നമുക്ക് ആദ്യം അരിച്ചിട്ട് വേണം ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതൊന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അരിച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കട്ടയൊന്നും നമുക്ക് ഇതിലേക്ക് പോവില്ല. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. കണ്ടോ, നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരേ സൈഡിലേക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കേക്ക് കട്ടിയായി പോവും. അപ്പം ഞാനിതാ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാനിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി കട്ടിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പിൻ്റെ പകുതിയൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം അത്ര നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഈ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ച് നല്ലൊരു സ്മൂത്ത് ബാറ്ററാക്കി എടുക്കണം ഇത്. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് ടിൻ എടുക്കാം. കേക്ക് ടിന്നിൽ കുറച്ച് നെയ്യാണ് ഞാൻ ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ ആയാലും മതി കേട്ടോ, താഴെ മാത്രം ഗ്രീസ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കുക്കറാണ് ഉള്ളത്, കേക്ക് ടിൻ ഇല്ലെങ്കിൽ കുക്കറിലും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഒരു കുക്ക് പോട്ടിലേക്കാണ് ഞാനിത് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ നമ്മൾ ബിരിയാണി പോട്ടൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് ഇറക്കി വെച്ചിട്ട് മൂടി വെച്ച് ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഇത് റെഡി ആയിട്ടോ. പെട്ടെന്ന് തന്നെ ഇത് ഡിമോൾഡ് ചെയ്തെടുക്കാനും പറ്റി. നിങ്ങൾ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിലും അടിയിലൊരു തട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഒരു കുക്കർ വെച്ച് കൊടുത്താൽ മതി. ഡയറക്റ്റായിട്ട് നമ്മൾ വേവിച്ചെടുക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു മീഡിയം മധുരം ഇതിനുള്ളൂ. മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെയൊക്കെ നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമ്മളിത് തയ്യാറാക്കി എടുത്തു അല്ലേ. നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്